അമേരിക്കയിലേക്ക് പഠനത്തിനായി വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റിൽ ഇത് 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയിരിക്കുകയാണ്. തുടർച്ചയായി 5ാമത്തെ മാസമാണ് ഈ ഇടിവ് രേഖപ്പെടുത്തുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 19% കുറഞ്ഞ് 3,13,000 വിദ്യാർത്ഥികൾ മാത്രമാണ് എത്തിയത്. സാധാരണയായി ഓഗസ്റ്റ് മാസമാണ് പുതിയ അഡ്മിഷനുകൾ കൂടുതലായി നടക്കുന്നത്. എന്നാൽ 2021 കോവിഡ് മഹാമാരി കാരണം വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സങ്ങൾ നേരിട്ടതിനു ശേഷം ഇതാദ്യമായാണ് ഇത്രയും കുറഞ്ഞ നിരക്കിൽ വിദ്യാർത്ഥികൾ എത്തുന്നത്. ഈ വർഷം ഓഗസ്റ്റ് വരെ എത്തിയ കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 12% കുറവുണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതാണ് ഇതിന് പ്രധാന കാരണം. ഇത് വിദ്യാർത്ഥികൾക്ക് പുതിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പല സർവകലാശാലകളും പറയുന്നുണ്ട്. ഏഷ്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലാണ് വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 24% കുറവ് രേഖപ്പെടുത്തി. ഏഷ്യയിൽ നിന്ന് ഏകദേശം 1,91,000 വിദ്യാർത്ഥികളാണ് എത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 45% കുറവും ചൈനയിൽ നിന്ന് 12% കുറവും ഉണ്ടായിട്ടുണ്ട്. ജപ്പാൻ, വിയറ്റ്നാം ഉൾപ്പെടെയുള്ള ഏഷ്യയിലെ 13 പ്രധാന രാജ്യങ്ങളിലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 33% കുറവുണ്ടായി. യൂറോപ്പിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 1% താഴെ മാത്രമാണ് കുറവുണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് അമേരിക്കൻ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. നാഫ്സ പറയുന്നതനുസരിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ ഈ കുറവ് ഏകദേശം $7 ബില്യൺ നഷ്ടം വരുത്തും. 2023-24 വർഷത്തിൽ വിദേശ വിദ്യാർത്ഥികൾ ഏകദേശം $44 ബില്യൺ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 4 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്തു. നാഫ്സയുടെ കണക്കനുസരിച്ച് ഓരോ 3 വിദേശ വിദ്യാർത്ഥികളും ഒരു അമേരിക്കൻ പൗരന് ജോലി നൽകാൻ സഹായിക്കുന്നുണ്ട് എന്നാണ്. വിസ കിട്ടാനുള്ള കാലതാമസവും വിദ്യാർത്ഥികളുടെ കുറവിന് ഒരു കാരണമാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മെയ് മാസത്തിൽ വിദ്യാർത്ഥികളുടെ വിസ ഇൻ്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വരെ പരിശോധിക്കുന്ന പുതിയ രീതികൾ കൊണ്ടുവന്നു. ഇത് എംബസികളിലും കോൺസുലേറ്റുകളിലും വലിയ കാലതാമസത്തിന് കാരണമായി. പല വിദ്യാർത്ഥികളുടെയും യാത്ര വൈകാൻ ഇത് കാരണമായിട്ടുണ്ട്. പുതിയ വിദ്യാർത്ഥികൾക്കും പഴയ വിദ്യാർത്ഥികൾക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. ചില വിദ്യാർത്ഥികൾ വീണ്ടും അമേരിക്കയിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ അവിടെ തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നു. ട്രിലിയഗലിലെ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് പങ്കാളിയായ അതുൽ ഗുപ്ത പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം UK പോലുള്ള രാജ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആകർഷകമായ പഠന കേന്ദ്രമായി മാറുകയാണ്. ഏറ്റവും പ്രധാനമായി അവർ വിദ്യാർത്ഥികളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഒരു F1 വിസ ഉടമയ്ക്ക് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായി കുറച്ചുകൂടി വർഷങ്ങൾ അമേരിക്കയിൽ താമസിക്കാൻ സാധിക്കും. ഈ അവസരം H1B വിസ ഇല്ലാതെ തന്നെ അമേരിക്കൻ കമ്പനികൾക്ക് ഉപയോഗിക്കാം. H1B വിസയിലുള്ള മാറ്റങ്ങൾ വിദ്യാർത്ഥികളുടെ ദീർഘകാല കരിയർ സ്വപ്നങ്ങളെ ബാധിക്കുമെങ്കിലും OPT പ്രോഗ്രാം വഴി ബിരുദാനന്തരം പരിശീലനവും ജോലിയും നേടാനുള്ള അവസരം ഇപ്പോഴുമുണ്ട്. സിലിക്കൺ വാലിയിലെ പ്രൊഡിഗൽ എന്ന സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥാപകനും CEO-യുമായ ശാന്തനു ഗാംഗിൽ പറയുന്നത് H1B വിസയുടെ പുതിയ ഫീസ് പല വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ്. H1B വിസയ്ക്ക് $1 ലക്ഷം വാർഷിക ഫീസ് ഈടാക്കുന്നത് MBA അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പോലുള്ള കോഴ്സുകൾക്ക് അമേരിക്കയിൽ പോകുന്നതിനെക്കുറിച്ച് പല വിദ്യാർത്ഥികളും ആലോചിക്കാൻ കാരണമാകും. പല വിദ്യാർത്ഥികൾക്കും ഇത് താങ്ങാൻ കഴിയില്ല. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ H1B വിസ 3 തവണ നിരസിച്ചു. ആ ഉത്കണ്ഠ എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങളിലെ മാറ്റങ്ങളും വിസ ലഭിക്കാനുള്ള കാലതാമസവും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും കാരണം അമേരിക്കയിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയാണ്. ഇത് അമേരിക്കൻ വിദ്യാഭ്യാസ മേഖലയ്ക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയ നഷ്ടം വരുത്തും.